വസുദൈവ കുടുംബകമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ആത്മനവീകരണവും സമൂഹത്തിൻ്റെ നവീകരണവുമാകണം നമ്മുടെ ലക്ഷ്യം. ഈ ഹൈന്ദവ സംസ്കാരം ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ളതാണ്. സത്യവും കരുണയുമാണ് ധർമ്മത്തിന് ആധാരം. നഷ്ടമായ ഈ മാർഗനിർദ്ദേശക തത്വം പുനഃസൃഷ്ടിക്കണം. തപസ്യ കലാസാഹിത്യവേദി സുവർണോത്സവം എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവരുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ഡോക്ടർ മോഹൻ ഭാഗവത് എന്താണ് പറഞ്ഞു വെച്ചത്? കൃഷ്ണരാജ്, തപസ്യ കലാസാഹിത്യ വേദി എന്ന സാംസ്കാരിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന അതിന്റെ 50 വർഷങ്ങൾ പിന്നിട്ടുകൊണ്ട് 1 വർഷം നീളുന്ന പരിപാടികളിലേക്ക് കടക്കുന്നു. അതിന്റെ ഭാഗമായി സ്വർണോത്സവം പരിപാടികളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ജി ഭാഗവത് വളരെ വ്യക്തമായി തന്നെ സമൂഹത്തിന്റെ നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ അതായിരിക്കണം ഓരോരുത്തരുടെയും ലക്ഷ്യം. കലാകാരന്മാരെയും ഒപ്പം തന്നെ സാംസ്കാരിക രംഗത്തുള്ളവരുടെയും ഉന്നതിക്കായി തപസ്യ പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ വ്യക്തിക്കപ്പുറം സമൂഹത്തിന് കൂടി നന്മ ചെയ്തിട്ടുള്ള പ്രവർത്തികളാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. ലോകത്തിന് സംസ്കാരവും മൂല്യങ്ങളും പറഞ്ഞു നൽകാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഉണ്ട്, ഭാരതത്തിനുണ്ട്. കാരണം ഭാരതത്തെ അക്കാര്യത്തിൽ ലോകം തന്നെ ഉറ്റുനോക്കുകയാണ്, ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒപ്പം തന്നെ മികച്ച മൂല്യങ്ങളുടെ ഉന്നത മൂല്യങ്ങളുടെ ഒരു പാഠങ്ങളെല്ലാം തന്നെ പകർന്നു നൽകേണ്ടത് ഭാരതമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ആ പ്രതീക്ഷക്കൊത്ത് ഭാരതം ഉയരേണ്ടതുണ്ട് എന്ന കാര്യം തന്നെയാണ് സർസംഘചാലക് ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല, മുൻകാലങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഭാരതത്തെ കാത്തിരിക്കുകയാണ്. ഭൂതകാലത്ത് ഭാരതം അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അനുസൂതം തുടരുകയാണ്. ആ തുടർച്ച ഉണ്ടാവണം എന്ന കാര്യം തന്നെയാണ് ഡോക്ടർ മോഹൻ ഭാഗവത് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയത്. മാത്രമല്ല, നമ്മുടേത് മഹത്തായ പാരമ്പര്യമാണ്. അത് സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും വലിയ സ്ഥാനമാണ് നൽകുന്നത്. ഭാരതം എല്ലാ കാലത്തും പുരാതന കാലത്തടക്കം ഭാരതം കലാകാരന്മാർക്കും സാഹിത്യ മേഖലയ്ക്കും എല്ലാം വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള രാജ്യമാണ്. ആ രാജ്യത്തു നിന്ന് ആണ് പുതിയ കലാകാരന്മാരും സാംസ്കാരിക നായകരും എല്ലാം തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത്. അവർക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഭാരതത്തിലാകെ സംസ്കാർ ഭാരതിയും പ്രവർത്തിക്കുന്നത് സംസ്കാർ ഭാരതി എന്ന നിലയിലാണ് ഭാരതത്തിലാകെ പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ തപസ്യയും ഇത്തരത്തിൽ സാംസ്കാരിക ഉന്നതിക്കായുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തപസ്യയുടെ പ്രവർത്തനങ്ങളെ ശാക്ലിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്തത്. വലിയ ഒരു അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന് അധ്യാവസാനം തപസ്യയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സാംസ്കാരിക ഉന്നതിക്കായി ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സഹകാർ ഭാരതിയുടെ ഭാഗമായ നിരവധി സംഘടനകളിൽ കേരളത്തിലെ തപസ്യയ്ക്ക് ഉള്ള ഒരു പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, നിരവധി കലാരംഗത്തെ പ്രതിഭകളെ ഇവിടെ ആദരിച്ചു. ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിരവധി പ്രതിഭകളെ സാംസ്കാരിക രംഗങ്ങളിലെ പ്രതിഭകൾ ആദരിക്കപ്പെട്ടു. അവരെല്ലാവരും തന്നെ തപസ്യ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വിവിധ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. തപസ്യയോടൊപ്പം നീങ്ങാൻ തയ്യാറായി വന്നിട്ടുള്ള ആളുകളാണ്. അവർക്കുള്ള ഒരു ആദരവ് സമ്മേളനം കൂടിയായി മാറി ഈ സ്വർണോത്സവം എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം മഹാരഥന്മാരായ നിരവധി സാംസ്കാരിക നായകർ അവർ തുടക്കം കുറിച്ച, അവർ മുന്നോട്ട് നയിച്ച ഒരു വലിയ സംഘടന എന്ന പ്രത്യേകത അത് തപസ്യയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പ്രത്യേകിച്ച് രാജ്യം പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ ആ വെല്ലുവിളികളെ എല്ലാം അഭിമുഖീകരിക്കാൻ പ്രാപ്തമായ ഒരു മനസ്സ് അത് ഓരോ ആളുകളിലും പ്രാപ്തമാക്കുന്നതിന് തപസ്യ പോലുള്ള സംഘടനകളുടെ പങ്ക് എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനമാണ്. അത്തരം കാര്യങ്ങൾ കൂടിയാണ് ഇവിടെ പങ്കെടുത്ത ആളുകൾ ഓരോരുത്തരും തന്നെ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ 1 വർഷം നീളുന്ന സുവർണോത്സവം പരിപാടികൾക്ക് ആഘോഷങ്ങൾക്ക് രാജേന്ദ്ര മൈതാനത്ത് എറണാകുളത്ത് തുടക്കമായിരിക്കുന്നു. അവിടെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ആ ഒരു സുവർണ ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് സാംസ്കാരിക ഉന്നതി ഒപ്പം തന്നെ ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യം ലോകം അതിനെ എങ്ങനെ ഉറ്റുനോക്കുന്നു എന്നെല്ലാം തന്നെയാണ് വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.